നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 23-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 9-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്ന് വെള്ളിയാഴ്ച ശുഭനക്ഷത്രവുമായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ്. നല്ല ദിവസം കിട്ടുക എന്ന് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നല്ല കാര്യങ്ങൾക്ക് ഈ സമയം നമുക്ക് അനുകൂലപ്രദമായി തീരും. അതുകൊണ്ട് ഓരോ നല്ല കാര്യങ്ങളും നമുക്ക് ഈ ദിവസം ചെയ്യാം. നമ്മൾ പെൻഡിങ്ങിൽ വയ്ക്കും. പലരും നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന പ്രവണതയുള്ളവരാണ് നമ്മളെല്ലാവരും. അത് പിന്നീടാവിട്ട് എന്ന് മാറ്റിവെക്കും. ഈ നല്ല ദിവസങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? മാറ്റി വയ്ക്കാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അന്ന് ചെയ്ത് തീർക്കണം. കൊള്ളാത്ത ദിവസങ്ങളിൽ മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം മാറ്റി വയ്ക്കണം. കാരണം അന്ന് ഓടിയിട്ടും വലിയ കാര്യമൊന്നും വരത്തില്ല. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ഈ ദിവസം കൊണ്ട്, അതായത് ഉത്രട്ടാതി നക്ഷത്രം ഇടവ മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. പ്രധാനമായിട്ട് ഈ ഒരു വർഷം കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. കുറച്ച് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. പ്രധാനമായിട്ട് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും എന്ന് പറയാൻ കാരണം, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. ഇപ്പോൾ വിവാഹം നടക്കാതെ ആണാണെങ്കിൽ പെണ്ണ് നോക്കി തളർന്നിരിക്കുന്നവർ വിഷമിക്കേണ്ട. നിങ്ങൾ ഫുൾ സിംഗിൽ ഒന്നുകൂടി ഇറങ്ങുക. നിങ്ങൾക്ക് ഈ വർഷം കല്യാണം ഭാഗ്യം ഉണ്ടാവും. പെൺകുട്ടിയാണെങ്കിലും എന്തെങ്കിലും ദോഷങ്ങൾ കാര്യങ്ങൾ കൊണ്ട് നീണ്ടു പോകുന്നവർ നിങ്ങളും ശ്രമം തുടരുക. കാരണം നമ്മൾ ഈ സമയം വരുമ്പോൾ ചെയ്താലേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ നേരത്തെ നോക്കി ഒരുപാട് നടന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ആ സമയത്ത് ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ രജിസ്റ്റർ ചെയ്യാതൊക്കെ പണ്ട് ഇരുന്നവർ അതിനെയല്ല ഒന്നുകൂടി അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കും. അപ്പോൾ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നവർക്ക് സോൾവ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. അത് നല്ല അനുകൂലത്തിൽ വരും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ അകന്നിരിക്കുകയാണ്. ഭാര്യ ഒരിടത്ത് ജോലി ചെയ്യുന്നു, ഭർത്താവ് വേറൊരിടത്ത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. നിങ്ങൾ ഈ സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യും. അതുപോലെ കുടുംബത്തിനകത്ത് ഐശ്വര്യപ്രദമായ മറ്റവസ്ഥകൾക്കും കൊള്ളാം. അപ്പോൾ നല്ല സമയത്തിൽ ഇത്രയും വിവാഹം പോലെ ഒരു കാര്യം നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൊള്ളാവുന്നതാണ്. ഏറ്റവും നമ്മൾ സുപ്രധാനമായിട്ട് എടുക്കുന്ന ഒന്നാണ് മാരേജ്. അതിന് കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കും നല്ലതാണ്. അതിന് ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറയേണ്ടതില്ല. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ ദിവസമാണ്. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 10:30 മണി മുതൽ 12 മണി വരെ എന്ന്. നമുക്ക് 10:30 മണിക്ക് രാവുകാലം തുടങ്ങില്ല. രാവുകാല സമയം തുടങ്ങുന്നത് 10:47 തുടങ്ങുകയുള്ളൂ. 12:21 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് മാറ്റിവെക്കുക. ശുഭയാത്രകൾക്ക് നല്ലതല്ല. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും എല്ലാ ദിവസവും ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം ഓരോ സമയങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് പ്രപഞ്ചത്തിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന സമയം ആയതുകൊണ്ട് ആ സമയം ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ, ഡോക്യുമെൻ്റ് ഒപ്പിടാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ അത് കിടന്ന് എഴയും, നമ്മളായിട്ട് ചുറ്റിക്കും. ആ ഗുളികകാല സമയം വരുന്നത് 7:40 തൊട്ട് 9:14 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:29 തൊട്ട് 5 മണി 3 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 11:47 തൊട്ട് 11 മണി
57 മിനിറ്റ് തൊട്ട് 12 മണി 45 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ്. ഒരു 4 മിനിറ്റ് ഇടയ്ക്ക് കൊള്ളില്ല എങ്കിലും ഈ സമയം നമുക്ക് ശുഭപ്രദമാണ്. നല്ല തന്നെ മുഹൂർത്തം ഉണ്ട്, ഇല്ലെങ്കിലാണ് നമ്മൾ അഭിജിത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. ഇന്നത്തെ ദിവസവും ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറയുമ്പോൾ പ്രധാനമായിട്ട് റെഡ് മിക്സ് ആയിട്ടുള്ളതോ റെഡ് കളറിലുള്ളതോ വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഫുൾ റെഡായിട്ട് പോകണം എന്നൊന്നുമല്ല, വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ശുക്രൻ്റെ പവർ, പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്ത് തരികയും നമുക്ക് കുറച്ചുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഉന്മേഷത്തോടു കൂടി ഉണർവോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാതെ ഉള്ളവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.